കൊലപാതകം എന്ന പാപത്തെക്കുറിച്ച് കൽപ്പന ലംഘനങ്ങളുടെ മേഖലയിൽ വിവിധ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, വെറുപ്പ്, വൈരാഗ്യം. രണ്ട്, കൊലപാതകത്തോടുള്ള പ്രവർത്തനങ്ങൾ, മനോഭാവം, സംസാരം, അതോടൊപ്പം തന്നെ അബോർഷൻ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇനി ഈ കൽപ്പനയിൽ വരുന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒന്ന്, മദ്യപാനം, പുകവലി, അതുപോലെ നമ്മുടെ ആത്മാവിനെ നമ്മൾ സ്വയം നശിപ്പിക്കുന്ന പ്രവണതകൾ. ഇത് കൊലപാതകമാണ്. നമ്മൾ ഈ ധ്യാനത്തിന് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വചനം, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. യിരെമ്യാവ് 29:11. നാശത്തിന് വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, നിനക്കും ദൈവമഹത്വത്തിനും ലോകത്തിൻ്റെ നിലനിൽപ്പിനുമാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ദൈവവിളിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാകുക. എനിക്കിത് മനസ്സിലാകാത്തതാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചയുടെയും അടിസ്ഥാനം. അതുകൊണ്ടാണ് സഭ ഒരു വ്യക്തിയെ ക്രിസ്തുവിൻ്റെ മകനായി, മകളായി രൂപാന്തരപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയെ മാമോദീസ എന്ന കുദാശയിലൂടെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മൾ ഓരോരുത്തരും. ഇതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3-16 തിരുവചനം, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമായതിനാൽ നാം അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം. വായിച്ചു. 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പം ദൈവത്തിൻ്റെ ആലയം, അത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഇനി അടുത്ത വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം ഇത്ര പൂജ്യമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്, ഇത്ര ആദരവോടെ കൊണ്ട് അടക്കുന്നത്, അതിന് നമുക്ക് ധൂപം വെക്കുന്നത്. നമ്മുടെ ശരീരമെല്ലാം വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, നമ്മളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പകരം, പരിശുദ്ധാത്മാവിന് പകരം അശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പിശാചിന് പ്രവർത്തിക്കാനുള്ള എല്ലാ മേഖലകളും അവൻ പ്രവർത്തിച്ചിരിക്കും. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ ഇതാ മ്ലേച്ഛതകൾ, പാപത്തിൻ്റെ ഉപകരണമാകുന്ന മദ്യപാനം, മറ്റു സാധനങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം. എന്നാൽ ഈ അടുത്തിടെയാണ് മനസ്സിലായത്, ഭാര്യയോടുള്ള സ്നേഹം മൂത്ത് ഇപ്പോൾ ശതമാനം കുറഞ്ഞ സാധനം, വീര്യത്തിൻ്റെ ശതമാനം കുറഞ്ഞ സാധനം ഇപ്പോൾ ആർക്കും കൊടുക്കുന്നുണ്ട്? പെണ്ണുങ്ങളും കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലർക്കൊക്കെ ഇതൊക്കെ ഇച്ചിരി കിട്ടിയാലാണ് ഇപ്പം എന്ത് ചെയ്യുള്ളൂ, ഉറക്കം വരത്തുള്ളൂ, ഒരു മൂഡ് വരത്തുള്ളൂ, ഒരു ഒക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാവുകയാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയുള്ള സഹോദരിമാരെ കർത്താവ് വിളിക്കുന്ന പേര് ബാശാൻ പശുക്കൾ എന്നാണ് പറയുന്നത്. എന്നാ പശുവാ? ബാശാൻ പശുക്കൾ. ഭർത്താക്കന്മാരോട് ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് പറയുന്ന ശമരിയ കുന്നിലെ ബാശാൻ പശുക്കളെ, നിങ്ങൾക്ക് കഷ്ടം, ദുരിതം. അപ്പം നമ്മുടെ കാര്യം എന്തായിരിക്കും? നമ്മൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശാരീരികം, മാനസികം, ആത്മീയം എല്ലാ തരത്തിലും നഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ മദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നഷ്ടപ്പെട്ടു പോവുക സുബോധമായിരിക്കും. പല വരമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വരം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പല വരങ്ങളുണ്ട്. ഭാഷാവരം, ജ്ഞാനവരം, പിന്നെ രോഗശാന്തിവരം, അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരം, പല വരങ്ങളുമുണ്ട്. എന്നാൽ എല്ലാ ക്രിസ്ത്യാനിക്കും ദൈവം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വരം എന്നാണെന്നറിയാമോ? എന്നാ വരം? വിവരം. ഏത് വര? എന്ത് വര? വിവരം. അതൊരു വര. അതാണ് ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതുകൊണ്ടാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തിൽ കുടിയന്മാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ കൃത്യമായി
കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. 29-ാമത്തെ തിരുവചനം വായിച്ചു. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? 4 സാധനങ്ങൾ മദ്യപാനന്മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. മദ്യപാനികൾ മദ്യം കഴിക്കുമ്പോൾ കിട്ടുന്ന 4 സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. 1, ദുരിതം. നിന്നെയും കൊണ്ടും ദുരിതമാണ്, നീ ജീവിക്കുന്ന സ്ഥലത്തും ദുരിതമാണ്, അത് ഇടവകയാണെങ്കിൽ അവിടെ ഉള്ളവർക്കും ദുരിതമാണ്. ദുരിതം. 2, ദുഃഖം. മദ്യപാന്മാരായ സഹോദരന്മാരെ തിരിച്ചറിയുക. ഞാൻ എൻ്റെ അപ്പനൊരു നല്ല മദ്യപാനി ആയിരുന്നുകൊണ്ട് ഇപ്പോഴില്ല, നല്ലൊരു മദ്യപാനി ആയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്, പള്ളിയിൽ പോയി പ്രാർത്ഥന തുടങ്ങിയത് എൻ്റെ അപ്പൻ്റെ നല്ല മരണം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഒരു മദ്യപാനിയുടെ മകൾ എന്ന രീതിയിൽ ഈ ഭൂമിയിൽ അറിയപ്പെടാൻ ഒരു കുഞ്ഞും ആഗ്രഹിക്കുന്നില്ല. അതിലും ഭേദം ചത്തുപോകുന്ന. എൻ്റെ അപ്പനൊരു കുടിയനാണെന്ന് അഭിമാനത്തോടെ ഒരു കുഞ്ഞും പറയത്തില്ല, ആർക്കും പറയാനൊരു ഇഷ്ടവുമല്ല. അതിലും ഭേദം എൻ്റെ അപ്പൻ പുറപ്പെട്ടു പോയതാ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു പോയതാ, അല്ലെങ്കിൽ തട്ടിപ്പോയതാന്ന് പറഞ്ഞാൽ ഇത്രയും വിഷമവുമില്ല. ഈ അമർഷവും വെറുപ്പും ഉള്ളിൽ വെച്ചുകൊണ്ട് എങ്ങാനും ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന വാക്ക്. മദ്യപാനികളുടെ ചില മാനസിക പ്രശ്നങ്ങളാണ് അച്ഛൻ പറയുന്നത്. കിടന്നുറങ്ങിയിട്ട് അത് ആ ബിനോയച്ചനും പറഞ്ഞായിരുന്നു, ഇത് തന്നെ അടി കുഴപ്പമെന്ന് പറഞ്ഞേക്കരുത്. അതുകൊണ്ട് ആദ്യം ഇത് പറഞ്ഞിട്ട് പറയുന്നേ. 1, സംശയരോഗം ഏറ്റവും കൂടുതൽ മദ്യപാനികൾക്കായിരിക്കും. കാരണം സെൻസ് ഔട്ടായി കഴിഞ്ഞു. അതുകൊണ്ട് അവരാദ്യം പറയുന്നൊരു കാര്യം അപ്പൻ എന്ന നിലയിൽ ജന്മം കൊടുത്തെങ്കിലും വളർത്തുദോഷം മുഴുവൻ നിൻ്റെയാണ്. കൊച്ചുങ്ങളെ വളർത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ഒരു പരിധി വരെ കെട്ടിയവന്മാർ പറയുക, നീ ആ വളർത്തിക്കൊണ്ട് വന്നതിന് സമ്മതിക്കുന്നതാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ പറയും, വളർത്തു ദോഷം കൊണ്ടാണ് കൊച്ചിങ്ങനെയായി പോയെന്ന്. അതേ കുഴപ്പമുള്ളൂ. കൊച്ചിൻ്റെ മുഴുവൻ വൈകല്യത്തിൻ്റെയും പ്രശ്നം ആരാണ്? തള്ളയുടെ കുഴപ്പം കൊണ്ടാണ്. 2ാമത്തെ പ്രശ്നം അവർ പറയും, തള്ളയും മക്കളും ഒറ്റക്കെട്ടാണ്, ഞാൻ പണ്ടേ ഔട്ടാണ്. ഇതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. 3ാമത്തെ കാര്യം, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആർക്കും വേണ്ട, എവിടെ പോയാലും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപകർഷതാബോധം. 4, മറവി മാത്രമല്ല, പല കാര്യങ്ങളും സ്ഥാപിക്കും, പക്ഷെ ഒന്നിനും ബോധം വെളിവുണ്ടാവത്തില്ല. മാനസികമായിട്ടുള്ള തലങ്ങളിൽ വളരെ വ്യത്യാസങ്ങളായിരിക്കും. രാത്രി 10 മണിക്ക് വന്നിട്ട് പറയും, ഇപ്പോൾ സന്ധ്യയായിട്ടുള്ള എല്ലാം കിടന്ന് ഉറങ്ങാനുള്ള കാരണം എന്താ? ഇങ്ങനെ അപ്പം പറഞ്ഞപ്പോൾ എന്താ പറയാൻ പറ്റുന്നത്? ആ മനുഷ്യനോട് ഗ്രീനച്ച് രേഖയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഇപ്പോൾ സമയം ഇത്രയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവേണ്ട സാധനം. ഇനി അഥവാ ക്ലോക്ക് എടുത്ത് കാണിച്ചോ പറയും, ഇത് ഇത്രയും സമയമായി മനുഷ്യായെന്നെങ്ങാനും പറഞ്ഞാൽ അത് നീ മക്കളും കൂടെ എന്നെ പറ്റിക്കാൻ വേണ്ടി തിരിച്ചു വെച്ചല്ലേ. എന്താ പറയാൻ പറ്റുന്നത്? കൊടുത്താ പ്രശ്നം, കൊടുത്തിരിക്കും പ്രശ്നം, എല്ലാം പ്രശ്നം. ആത്മഹത്യ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒറ്റയടിക്ക് തീരുമായിരിക്കും. പക്ഷേ കുടിയൻ ചെയ്യുന്നത് ഓരോ ദിവസവും ഭാര്യയെ വെറുപ്പ് കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഓരോ ദിവസം ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളും അതുപോലെ തന്നെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ എനിക്കൊക്കെ വേദനാജനകമായ ചില സംഭവങ്ങളാണ് ഞാനിതൊക്കെ പറയുന്നത്. ഒത്തിരി ആയിരക്കണക്കിന് അനുഭവം പറയാനുണ്ടെങ്കിലും പൗരോഹിത്യ ശുശ്രൂഷയിൽ, ഇടവക ശുശ്രൂഷയിൽ ഒരു പെൺകുഞ്ഞ്, 18 വയസ്സാകാൻ പോകുന്ന ഒരു പെൺകുഞ്ഞ് 36 വയസ്സായ ഒരു ക്രൈസ്തവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി. ഞാൻ ചോദിച്ചു, കൊച്ചേ നീ എന്ത് പണിയെ കാണിക്കുന്നത്? നീ ഒരിക്കലും ചെയ്യല്ലേ ആ പരിപാടി. അന്ന് ആ പെങ്കൊച്ച് പറഞ്ഞൊരു വാക്ക്, അവൾ പറഞ്ഞു, ജീവിതത്തിൽ എന്തെങ്കിലും എൻ്റെ അപ്പൻ എന്നോട് മോളേന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ, മോളേന്ന് വിളിക്കും, അതിൻ്റെ അപ്പുറത്ത് 2-3 ഡാഷ് ചേർത്തിട്ട് വിളിക്കുള്ളൂ എന്ന് മാത്രം. 2, എന്ന് ഹൃദയം തുറന്നൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. അപ്പോൾ സ്നേഹമുള്ളവരെയും അവനവൻ്റെ കടമ മറന്നുപോയിക്കൊണ്ട്, അവനവൻ്റെ ഉത്തരവാദിത്വം മറന്നുപോയിക്കൊണ്ട്, എന്നെ സ്നേഹിക്കാനില്ല, എന്നെ ആരും നോക്കാനില്ല, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഒരുമാതിരി മാനസികമായ ഒരു തകർച്ചയിലേക്കാണ് സത്യത്തിൽ ഒരു മദ്യപാനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ദുരിതം, ദുഃഖം, കലഹം, ആവലാതി, മാനസിക തലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ആവലാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് മദ്യപാനികൾക്കൊരു പരിധി വിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ലെങ്കിൽ, ഇതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇത്രയും ഡി അഡിക്ഷൻ സെൻ്ററുകൾ തുടങ്ങിയിരിക്കുന്നത്. അതിന് ചികിത്സിക്കണം. നല്ല മനുഷ്യന്മാരാണ്. മനസാക്ഷി എന്ന് പറയുന്ന സാധനത്തിന് ഇച്ചിരി ബലം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭാര്യമാർ നിങ്ങൾ പറയില്ലേ, കുടിച്ചില്ലെങ്കിൽ എൻ്റെ അമ്മോ ദൈവം പോലും തോറ്റുപോകും. എന്തൊരു സ്നേഹം!
കുടിച്ചു കഴിഞ്ഞാൽ പിശാചാണോ മുതു ഭ്രാന്താണോ എന്നാന്നറിയത്തില്ല. ഇതുകൊണ്ടാണ്, ഇതിൻ്റെ തലം മാറിപ്പോകുന്നതുകൊണ്ടാണ്. ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആർക്കാണ് അകാരണമായ മുറിവുകൾ? ചുമ്മാ തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അളിയൻ നോക്കിയില്ല, നിന്നെ കിട്ടിയ സമയത്ത് അന്ന് അമ്മാവൻ നോക്കിയപ്പോൾ കണ്ണുരുട്ട് നോക്കി, ഇറച്ചി വിളമ്പിയപ്പോൾ 2 കഷ്ണം കൂടുതലിട്ടു, എന്തെല്ലാം കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ, പൊതുയോഗത്തിന് ഇരിക്കടാന്ന് പറഞ്ഞു. ആരുടെ പറഞ്ഞൊരു പിടിയില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും. പിന്നെ ആരുടെ കണ്ണാണ് ചുവന്നു കലങ്ങിയത്? കണ്ണ് ചുവന്ന് കലങ്ങി പോകുന്നു, കാഴ്ചപ്പാടൊക്കെ മങ്ങിപ്പോകുന്നു. പിന്നെ വീഞ്ഞു കുടിച്ചു സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് എന്താണ്, ഒന്നും പോരാ, പലതും കൂട്ടി കലർത്തിയാലേ ഇപ്പോൾ ഇച്ചിരി ബലവും ഊർജ്ജമൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ ചഷകങ്ങളിൽ വീഞ്ഞു ചെമന്നു തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ ചില മനുഷ്യരുണ്ട്, കൺട്രോളുള്ള മനുഷ്യന്മാരുണ്ട്. ഞാനങ്ങനെ ലിമിറ്റ് വിട്ടൊന്നും കഴിക്കില്ല, കൺട്രോളിലാണ്. എന്താണ് കൺട്രോൾ? അപ്പൻ്റെ മരണത്തിനും കൺട്രോളാണ്, കൊച്ചുണ്ടായാലും കൺട്രോളാണ്. പിന്നെ ലോട്ടറി അടിച്ചാലും കൺട്രോളാണ്, സ്ഥലം വിറ്റുപോയാലും കൺട്രോളാണ്. പണ്ടൊരച്ഛൻ പറഞ്ഞ പോലെ അവസാനം എല്ലാം പോയപ്പോൾ ഇപ്പോൾ കൺട്രോൾ വിട്ടുപോയി എന്ന് പറഞ്ഞ് രാവിലെ വിറയ്ക്കുമ്പോഴാണ് മനസ്സിലാവുക സംഗതി വിട്ടുപോയി എന്നുള്ളത് മനസ്സിലാവുക. കൺട്രോളുകാരങ്ങനെ അകാരണമായ മുറിവുകൾ. പിന്നെ താട്ട് വായിച്ചു. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. പറയുന്ന കാര്യം വികടത്വമായിരിക്കും, പറയുന്നത് ഒരു സെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കില്ല. ഓക്കെ, താട്ട് വായിച്ചു. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 2 സാധനം, നടുക്കടലിൽ പെട്ട് കഴിഞ്ഞാൽ ദിക്ക് ഏതാ വിളിവ് ഏതാന്ന് അറിയത്തില്ല, മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു ധ്യാനം കൂടാൻ നേരത്ത് പോലും അത് മുഴുവൻ എനിക്കിട്ട് താങ്ങിയതാണോ എന്ന് എനിക്കിത് പറയുന്നത്. കോമൺ ആയിട്ടാണ് പറഞ്ഞത്, എന്നാലും അതിൽ എനിക്കിട്ട് സാശി. പിന്നെ നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. ഇങ്ങനെ ഒരെണ്ണം പറിച്ചിട്ട് വരും, പുല്ല. എത്ര അടി കൊണ്ടിരിക്കുന്നു, എത്ര തല്ലുകൊണ്ടിരിക്കുന്നു, ഇത് തൂപ്പും കഴിഞ്ഞൊരു പോക്കുണ്ട്. പിന്നെ അവർ എന്നെ പ്രഹരിച്ചു, എനിക്ക് ഏറ്റില്ല, ഞാൻ എപ്പോഴാണ് ഉണരുക? ഏതാ മുതൽ എന്തെല്ലാം കേട്ടിരിക്കുന്നു. പിന്നെ താട്ട് വായിച്ചു. ഞാൻ ഇനിയും കുടിക്കും. ഇത്രയൊക്കെ കേട്ടാൽ ഞാൻ എന്തു ചെയ്യും? ഇനിയും കുടിക്കും. ഓർക്ക സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അന്ന് എല്ലാ ദിവസവും പോയി പാടുന്നൊരു പാട്ടുണ്ട്, രാജ്യത്വം പൗരോഹിത്യം യൂതന്മാരെ നിങ്ങൾക്ക് കഷ്ടം. കാര്യം എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനെ കുരിശിൽ തൂക്കിക്കൊന്നു. ദൈവമായിരുന്ന ക്രിസ്തു മനുഷ്യനായി വന്നപ്പോൾ അവനെ തിരിച്ചറിയാതെ നിങ്ങൾ കുരിശിൽ തൂക്കി. ഇത് പാടി പെസഹ വ്യാഴാഴ്ച കുമ്പസാരവും നടത്തി ഈസ്റ്ററിൻ്റെ അന്ന് നമ്മളെന്നെ ചെയ്യും? 40 ദിവസവും പിടിച്ചു കിട്ടിയിരുന്ന മുഴുവൻ കാര്യങ്ങളും കൺട്രോൾ വിട്ടൊരു പോക്കുണ്ട്. 40-ാം വെള്ളിയാഴ്ച പിന്നെ ഈസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പോലെ പലരും പല സ്ഥലത്തും വെച്ച് ഉയർത്തെഴുന്നേറ്റ് വരുന്നതും കാണാൻ പറ്റും. ഇനി യഹൂദനാണോ നമ്മളാണോ മെച്ചം ധ്യാനിക്കുക. യഹൂദൻ മനുഷ്യനായി വന്നവനെ കുരിശിൽ തൂക്കി, നമ്മളോ മനുഷ്യനായി വന്നവൻ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അപ്പമായി വന്നവനെ നമ്മളെന്ത് ചെയ്തു? പറ. ഹൃദയത്തിൽ വായിന്ന് സ്വീകരിച്ചില്ലേ? വാവളിച്ചല്ലേ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? ഞാൻ വിശുദ്ധ കുർബാനയുടെ കാര്യം ചോദിച്ചേ. യേശു ക്രിസ്തു മനുഷ്യനായി വന്നവൻ അപ്പമായി വന്നവനെ നമ്മളെന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. ഇപ്പോൾ കർത്താവ് എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ഹൃദയത്തിനകത്തേക്ക്, നമ്മുടെ വയറ്റിനകത്തേക്ക് ആരെയാക്കി? കർത്താവിനാക്കി. അപ്പോൾ പെസഹായിക്ക് നമ്മൾ സ്വീകരിച്ച കർത്താവ് വയറ്റിൽ കിടക്കുന്നു. ഈസ്റ്ററിന് നമ്മൾ കുടിച്ച കുപ്പി മുഴുവൻ എവിടേക്ക് വീഴുന്നു? എങ്ങോട്ടാ? അവൻ്റെ തലയിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. ആരാ മെച്ചം? മറ്റൊന്ന് നേരിട്ട് പറഞ്ഞു, നീ ശരിയില്ലടാന്ന് പറഞ്ഞു നിന്നെ കുത്തി തൂക്കുന്നുള്ളൂ. ഇത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഴുവൻ പേരുടെയും മുമ്പിൽ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ സ്വന്തം കർത്താവ് എന്നും പറഞ്ഞ് കുമ്പസാരവും നടത്തി പെസഹ വ്യാഴാഴ്ച പോയി കുർബാന അനുഭവിച്ചിട്ട് ആ കർത്താവിൻ്റെ മുഖത്തേക്കാണ് പിന്നെ സിഗരറ്റ് വലി തൊട്ട് ഊതി വിടുന്ന തൊട്ട് വലി മുതൽ എല്ലാ പരിപാടിയും നടത്തി വിടുന്നത്. ആരാ മെച്ചം?
എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില കുരിശൻ തൊട്ടിയുടെ മുമ്പിൽ പോയി നിന്ന് 2 കൈ ഉയർത്തി എൻ്റെ കർത്താവേ എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് പറയുന്ന ഇപ്പം കൂടി ഉണ്ട്. ഏറ്റവും കൂടുതൽ ഭക്തി കുടിയന്മാർക്കാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യഹൂദൻ കുരിശിൽ കിടന്ന കർത്താവിനെ പരിഹസിച്ചു, നമ്മളോ വയറ്റിൽ കിടക്കുന്ന കർത്താവിനെ കൂക്കി വിളിക്കുന്നു. കർത്താവിനോട് പറയും, കർത്താവെ എന്നെ ഒന്ന് രക്ഷിക്കേ, എൻ്റെ ഭാര്യയ്ക്ക് മാനസാന്തരം കൊടുക്ക്, എൻ്റെ മക്കളുടെ IELTS ഒന്ന് പാസ്സാക്കി കൊടുക്ക്. കർത്താവ് പറയും, തോമാച്ച എങ്ങനെയെങ്കിലും നീ എന്നെ കെട്ടഴിച്ച് വിടറാ, നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്, എന്നിട്ട് വേണം എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം, മദ്യപാന്മാർ ദൈവരാജ്യം ഒരിക്കലും അവകാശിക്കുകയില്ല. മദ്യപാന്മാർ എന്ന് പറഞ്ഞേ, മദ്യപാന്മാർ ദൈവരാജ്യം ഒരിക്കലും അവകാശിക്കില്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്നാ? നീതി, സമാധാനം, സന്തോഷം. പല ആണുങ്ങളും ചെയ്തു കൂട്ടുന്ന പരിപാടിയാണ്. അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു. എന്നിട്ടോ ഭാര്യയെ നോക്കിയിരിക്കെ ഇങ്ങേരുടെ കൂടി നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം 2 കൂട്ടർക്കുണ്ട്. ഭാര്യയ്ക്കുണ്ട്, ഭർത്താവിനുണ്ട് നഷ്ടം വന്നത്. പക്ഷേ ഇപ്പോൾ അഡീഷണലായിട്ട് ഒന്നുകൂടി കൊടുത്തിരിക്കുകയാണ് ഭർത്താവിൻ്റെ കൂടി. മിക്കവാറും മാനസിക തലം മുഴുവൻ തെറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ തിരിച്ചറിയുക. ഇതുകൊണ്ടാണ് സുവിശേഷത്തിൽ അനേക സ്ഥലത്ത് പഴയ നിയമം തൊട്ട് പുതിയ നിയമം വരെ പറയുന്നൊരു കാര്യം, മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 31-ാം അധ്യായത്തിലെ ഒരു ഇച്ചിരി വചനം കണ്ടുപിടിച്ചിട്ട് പറയും, ലമുവേലെ ഇത് സാധാരണക്കാർക്ക് പറ്റിയതല്ല, പിന്നെ അധ്വാനിക്കുന്നവന് ഇച്ചിരി ക്ഷീണം മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? മദ്യപാനം. നമ്മുടെ സഹോദരിമാരും മോശമൊന്നുമല്ല, പ്രസവിച്ച് കിടക്കുമ്പോൾ വയറ് ചുങ്ങാനുള്ള സാധനമാണ് എന്ത്? മദ്യം. വയനാട്ടിൽ കുറച്ച് നല്ല മനുഷ്യരുണ്ട്, അവർ കൊടകിലേക്ക് ഇഞ്ചി കൃഷിക്ക് ആളെ കൊണ്ടുപോകും. കൊടകെന്ന് പറഞ്ഞാൽ ഒരു ചിക്കമംഗളൂർ എല്ലാ ഭാഗമുണ്ട്, ഇവിടെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്കറിയാം, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, രാവിലെ ഇതൊന്ന് അടിക്കുക. അപ്പോൾ 1 തൂമ്പ കളയ്ക്കുന്നിടത്ത് 2 തൂമ്പ കളയ്ക്കും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഏതാണ്ട് അടിച്ച് കോൺ തെറ്റിച്ച് മാക്സിമം പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതും കൊലപാതകവും, ഇതും മദ്യപാനവും, ഇതും ചൂഷണം തന്നെയാണ് സഹോദരങ്ങളെ. ഇത് കൊടുത്തുകൊണ്ട് എല്ലാ മേഖലയും ഒരു കുപ്പി കൊടുത്തുകൊണ്ട് ജോലിക്കയറ്റം തൊട്ട് സകല സാധനങ്ങളും വാങ്ങുകയും ഒപ്പിക്കുകയും ചെയ്യുന്നവൻ. നമ്മൾ കുടിക്കുന്നില്ലായിരിക്കും, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവൻ മദ്യപാനി തന്നെയാണ്. അതിൻ്റെ എല്ലാ റിസൾട്ടും അവൻ തന്നെ അനുഭവിച്ചിരിക്കും. അവൻ്റെ തലമുറയ്ക്ക് അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് ഇത് അനേക സ്ഥലത്ത് ബൈബിളിൽ പറയുന്നുണ്ട്. ജോയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, മദ്യപന്മാരെ ഉണർന്നു വിലപിക്കുവിൻ, വീഞ്ഞു കുടിക്കുന്നവരെ നെടുവീർപ്പിടുവിൻ. യെശയ്യാ പ്രവചനം 22:13-14 വചനം, മദ്യം നീ മരിക്കുന്നത് വരെ ഇത് ക്ഷമിക്കില്ലെന്ന് കർത്താവ് പറയുന്നത്. യെശയ്യാ 5-ാം അധ്യായം 22-ാമത്തെ തിരുവചനം നമ്മൾ നന്നായിട്ടൊന്ന് ധ്യാനിക്കേണ്ട വചനമാണ്. അതിൽ പറയുന്നുണ്ട്, വിവിധ തരം മദ്യങ്ങൾ കൂട്ടിക്കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്ക് ദുരിതം. നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഷാപ്പ് നോക്കി ഓടി നടക്കുന്നവർക്ക് ദുരിതം. മദ്യപാന്മാരുടെ ജീവിതത്തെക്കുറിച്ച് യേശു പാറാസിയുടെ പുസ്തകം 31:25, വീഞ്ഞു കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട, വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. സദൃശവാക്യം 26:10, വഴിയെ പോയ ഭോഷനിയെ മദ്യപനിയെ കൂരിക്ക് നിർത്തുന്നവൻ കാണുന്നവരെയൊക്കെ ചെയ്യുന്ന വില്ലാളിയെ പോലെയാണ്. ഓഫീസിൽ പോയി നോക്ക്, പണിക്ക് നിർത്തി നോക്ക്, മിണ്ടാതെ അനാവശ്യമായിട്ട് ചീത്തയും തെറിയും ഫ്രീ ആയിട്ട് കിട്ടുന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരു മദ്യപനൊന്നും ഞൊണ്ടിയാൽ മതി, വർത്താനം പോലും പറയണ്ട. ഒരിക്കലും ബത്തേരി ടൗണിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിന് നടന്നു പോയിക്കൊണ്ടിരിക്കുക, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്നപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ എന്താണെന്നറിയാൻ വേണ്ടി കുപ്പായം എടുത്തൊന്ന് നോക്കി, കുപ്പായിട്ടുണ്ട് ഞാൻ പോകുന്നേ. നോക്കിയപ്പോൾ ഉണ്ട് ഒരുത്തൻ ഓടയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. അവനൊരൊറ്റ വിളി, അത്രയും ആൾക്കാർ തെറി പറഞ്ഞ് തുപ്പി അവനെ ഒരു പരുവത്തിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നെ കണ്ടത്. അച്ചോ, ഈ പാവികളെല്ലാം കൂടി എന്നെ നശിപ്പിക്കുകയാണ് അച്ഛാ. പാവികളെ തേടി വന്ന കർത്താവിൻ്റെ ദാസാ, എന്നെയും കൂടി ഒന്ന് രക്ഷപ്പെടുത്തണം. പല കപ്പ്യാരുമാരുടെയും പല ജീവിതത്തിലെ പല ശുശ്രൂഷകരുടെയും മേഖലയിൽ, പല ആധ്യാത്മിക മേഖലയിലും പലരും മാനസാന്തരപ്പെടാത്തതിൻ്റെ കാരണം വീര്യവും ശക്തിയും കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള രഹസ്യഭാവങ്ങൾ കൂട്ടുപിടിച്ച് പലരും ചെയ്യുന്നതും കൂട്ടുപിടിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് വൈദികൻ കള്ളു കുടിച്ചു വാട്സാപ്പിലേക്കോ ഫേസ്ബുക്കിലോ ഇട്ടാൽ മതി, നിമിഷങ്ങൾക്കകം സാധനം പാസ്സായിക്കോളും.
എന്താ കാര്യം? ഇത് കണ്ട് 4 വിശ്വാസം കളയണം. ഇതെല്ലാം ഈ ടൈപ്പ് സാധനങ്ങളാണെന്ന് അറിഞ്ഞിരിക്കണം. സഹോദരങ്ങളെ, ഓടെ കിടക്കുന്നവൻ്റെ ഭാവിയുടെ കാര്യമല്ല കർത്താവ് പറഞ്ഞത്. അനുദപിക്കുന്ന ഭാവിയെക്കുറിച്ചാണ്. സ്വർഗത്തിൽ എന്തുണ്ടാകും? മാനസാന്തരം ഉണ്ടാകും. 100% എനിക്ക് നല്ല ആത്മാർത്ഥയോടെയും വിശ്വസ്തയോടെയും പറയാൻ പറ്റും. നമ്മുടെ ധ്യാനങ്ങൾ കൂടി വ്യക്തികൾ ഹൃദയം തുറന്ന് ചങ്ക് പൊട്ടി, കർത്താവേ കുടിയിൽ വീണു പോയതാ കേട്ടോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമേ എന്ന ആത്മാർത്ഥതയോടെ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിയവൻ ഇന്ന് വരെ വീണു പോയിട്ടില്ല. ചില ആളുകൾ പറയും ആദ്യത്തെ ദിവസം 2 ലിറ്ററാണ്, അത് നമുക്ക് ഇച്ചിരി കുറച്ച് 1.5 ആക്കണം, പിന്നെ 1. ഇങ്ങനെ ഈ പിശുക്കി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെക്കാളും വിവരവും ബോധവും കർത്താവിനുണ്ട്. ആര് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നോ അതാണ് പ്രധാനപ്പെട്ടത്. ആര് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നോ അവൻ്റെ മേൽ കർത്താവ് അഭിഷേകം ചെയ്യും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത്, എൻ്റെ അപ്പൻ എന്നാ പറഞ്ഞാലും ശരി ഞാൻ ഒന്നും ചെയ്യത്തില്ല, എല്ലാം തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൻ ധ്യാനമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പറഞ്ഞു, ഞാൻ കള്ളുകൂടി നിർത്തി. സഹോദരങ്ങളെ, ഞാൻ ചെയ്ത പരിപാടി ആ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഈ സന്തോഷം വരുമ്പോൾ 2 കൈയും കൂടി ഒരു ഒറ്റ പൊക്കുണ്ടല്ലോ, സ്വയം ഒരു ഒറ്റ പൊക്ക്, ഒരു 5-6 ചാട്ടം ചോടി അങ്ങനെ കൈയും കാലൊക്കെ എടുത്ത് എൻ്റെ അപ്പം മാനസാന്തരപ്പെട്ട് കുടി നിർത്തിയതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ അപ്പം പറഞ്ഞു, സിഗരറ്റ് വലിയൊക്കെ നിർത്തിക്കൊണ്ട് എനിക്കൊരു വിക്സ് മുട്ടായി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും വായിലേക്ക് ഇടാൻ വേണം. 1.5 കിലോമീറ്റർ ദൂരം ഒറ്റ ഓട്ടത്തിന് വേണ്ടി ഒരു പോക്ക് പോയി. എന്തിനാണെന്നറിയോ? എൻ്റെ അപ്പന് മേലെ കുടിക്കാതിരിക്കാൻ. എൻ്റെ അപ്പൻ്റെ മദ്യപാനവും പുകവലിയും മാറി. ഇന്നുണ്ട് സഹോദരങ്ങൾ. ഇത്രയും കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു പൗരോഹിത്യ ശുശ്രൂഷയിൽ എന്നെ ഇന്ന് ബലപ്പെടുത്തുന്നത് എൻ്റെ അപ്പൻ്റെ മാനസാന്തരം തന്നെയാണ്. 100% ഉറപ്പുണ്ട്. എത്ര ആഴത്തിൽ കിടക്കുന്ന കുടിയനാണെങ്കിലും ശരി, കർത്താവിൽ വിശ്വസിച്ച് നീ ഹൃദയം കൊടുത്താൽ, നീ മറ്റൊന്നും ചിന്തിക്കണ്ട, ദൈവത്തിൽ നിൻ്റെ ഹൃദയം നീ വിട്ടുകൊടുത്താൽ ആ ആസക്തി കർത്താവിൽ നിന്ന് എടുത്തു മാറ്റിക്കളയും. അതുകൊണ്ട് സഹമുള്ളവരെ, ഈ മദ്യപാനത്തിൻ്റെ മേഖലകളിൽ കർത്താവ് നമുക്ക് തരുന്ന വചനം എഫേസ്യ ലേഖനം 5:18, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തി ഉണ്ട്. ചില മനുഷ്യരുണ്ട് കേട്ടോ, അവരൊക്കെ നല്ല മനുഷ്യരാണ്. ഈ കോട്ട കിട്ടുന്ന പാർട്ടികളുണ്ട്. ഈ പട്ടാളക്കാർക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ. എൻ്റെ അനുജന് പട്ടാളക്കാരനാണ്. അവനോട് പലരും വന്നിട്ട് പറഞ്ഞു, എടാ നീ പോയിട്ട് വരുമ്പോൾ ഈ സാധനം കിട്ടാൻ സാധ്യതയുണ്ട്, ഒന്ന് കൊണ്ടുപോയി തരണമെന്ന്. ഞാൻ പറഞ്ഞു, എടാ നീ ഒരു പുരോഹിതൻ്റെ അനുജനാണ്, അവൻ കെട്ടിയിരിക്കുന്നതും ഒരു പുരോഹിതൻ്റെ മകളെയാണ്, നീ ഒറ്റ കാര്യം ചെയ്യാൻ പാടുള്ളൂ, കോട്ടയുടെ പേരും പറഞ്ഞ് വരുന്നവന് നീ കള്ളു വാങ്ങിക്കൊടുക്കരുത്. നീ കൊടുത്താലും വാങ്ങിക്കൊടുത്താലും കുടി തന്നെയാണ് അതിൻ്റെ ലക്ഷണം, ഒരിക്കലും കൊടുക്കരുത്. ഇങ്ങനെ കോട്ട നിർത്തിയവരോട്, എക്സ് മിലിറ്ററിക്കാരോട് അറിയാതെ ദേഷ്യമുണ്ടെങ്കിലും അങ്ങ് ക്ഷമിച്ചേക്കുക. ഒരു കാരണവശാലും ഈ പണിക്ക് നിങ്ങൾ നിൽക്കരുത്. ഒരു ചേട്ടനൊരിക്കൽ പറഞ്ഞതാണ്, എൻ്റെ അച്ഛൻ ഓട്ടോ ഒന്നും കിട്ടാറില്ല, പിന്നെ ആകെ ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? ഓട്ടോയ്ക്ക് കിട്ടുന്ന ഓട്ടം ഈ സാധനം കൊണ്ടുപോയി ഇന്നോടത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നല്ല കാശ് കിട്ടും. നമ്മൾ നിർത്തണം സഹോദരങ്ങളെ. മദ്യം ചുമന്നുകൊണ്ടല്ല ഓട്ടോ ഓടാൻ നിൽക്കണ്ടേ. നമ്മുടെ കർത്താവ് അത്ര കണ്ണില്ലാത്തവനും വിവരമില്ലാത്തവനൊന്നുമല്ല. നിൻ്റെ മക്കൾക്ക് കഞ്ഞി വേണമെന്നും നിൻ്റെ മക്കൾക്ക് ആഹാരം വേണമെന്നും നീ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ നിന്നേക്കാൾ മുമ്പ് കർത്താവിന് അറിയാം, നിനക്ക് വേണ്ടതൊക്കെ കർത്താവ് തരും. സ്റ്റെറിൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ നമ്മുടെ ധ്യാന കേന്ദ്രത്തിലുണ്ട്. സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. മദ്യപാനം നിർത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട ആ മനുഷ്യൻ ചെയ്ത ത്യാഗം, ആ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകം, അവൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് കൊലപാതകം എന്ന മേഖലയിൽ മദ്യപാനം, പുകവലി, മുറുക്ക്, ചില അമ്മച്ചിമാരുണ്ട് എന്നാ പോക്ക പോകുന്നതെന്നറിയാമോ? ചിലർക്കൊക്കെ വിശുദ്ധ കുർബാന കൊടുക്കാൻ നേരത്ത് വാ പൊളിക്കുമ്പോൾ ഞെട്ടിപ്പോകും. കാരണം കർത്താവിൻ്റെ തിരുശരീര രക്തമാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് മുമ്പ് ചുമപ്പിച്ച് ഇതിങ്ങനെയല്ല രക്തമാക്കിയിട്ടാണ് വായിരിക്കുന്നത്. ഞാൻ പല പള്ളിയിലും ഇങ്ങനെ വന്ന അമ്മച്ചിമാരോട് പറഞ്ഞിട്ട്, ആദ്യം പോയി പല്ല് തേക്കുക, എന്നിട്ട് നാക്ക് പഠിച്ചിട്ട് വരിക. എനിക്കിച്ചിരി വിഷമമുണ്ട് ഇങ്ങനെ ഈ പരുവത്തിൽ വിശുദ്ധ കുർബാന തരാൻ. ബീഡിയുടെ കറയും വായിനാറ്റവും വെച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുക. എൻ്റെ അമ്മോ, നമുക്ക് സാധാരണ മനുഷ്യന് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാ കർത്താവിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ പണിയൊക്കെ നിർത്തണം സഹോദരങ്ങളെ. എന്നിട്ട് ഈ ശരീരമൊക്കെ ഇച്ചിരി വിശുദ്ധമാക്കി മാന്യമാക്കിയിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ? കർത്താവിനെ സ്വീകരിക്കാൻ. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അഭിഷേകമുള്ള സ്വീകരണമായിരിക്കും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാരണങ്ങൾ പറയുന്നതെന്നറിയാമോ? നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി മദ്യം. ഇങ്ങനെയൊക്കെ ന്യായം പറഞ്ഞാൽ നാളെ സംഭവിക്കുന്നൊരു കാര്യം. ഒരു 15 വർഷം മുമ്പ് ഞാൻ പുരോഹിതനായി ആദ്യം ചെന്ന ഇടവകയിലെ ഒരു ചേട്ടൻ എക്സ് മിലിറ്ററിയുടെ അപ്പനാണ്. ഈ ചേട്ടൻ എന്നോടൊരിക്കൽ ഷെയർ ചെയ്തായിരുന്നു, എൻ്റെ അച്ഛാ ഞാൻ ഇച്ചിരി കുടിക്കും, എനിക്കിച്ചിരി കുടിച്ചാലേ നല്ല ഉറക്കം വരുള്ളൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ ധ്യാനമൊക്കെ കൂടി പണി നിർത്തണം.
അച്ഛൻ എന്നാ പറഞ്ഞാലും ശരി, എൻ്റെ മോൻ കോട്ടയുള്ളതാണ്, ഞാൻ അങ്ങനെ ആർക്കും ഉപദ്രവമില്ല, ഞാൻ കുടിച്ച് ആർക്കൊരു ശല്യമില്ല, ആരും അറിയാതെ വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളെ ഈ പറഞ്ഞു വരുന്നത്. നാട്ടിൽ അലമ്പുണ്ടാക്കില്ല, പെരുന്നാൾ ദിവസം അതൊരു വിശേഷപ്പെട്ട ദിവസം അശേഷം അടിച്ചിട്ടേ ഈ പണി കാണിക്കുകയുള്ളൂ. ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. എൻ്റെ അർത്ഥം, സ്നേഹമുള്ളവരെ, 15 വർഷം കഴിഞ്ഞ് ഈ പറഞ്ഞ അപ്പൻ്റെ കൊച്ചുമോൻ ഒരു ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നടാ മോനെ വിശേഷം? അച്ഛാ, എനിക്ക് എൻ്റെ മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല. രഹസ്യമായി കിടപ്പറയിൽ വെച്ച് കൂട്ടി ചെയ്ത പരിപാടിയെ പരസ്യമായി മക്കൾ വിളിച്ചു പറയാൻ തുടങ്ങും. മറ്റൊരു വ്യക്തിയുടെ കുഞ്ഞ് ശാരീരികമായിട്ടൊരു പക്വത, മാനസികമായിട്ടൊരു പക്വതയൊന്നുമില്ല, മനസ്സിന് എന്തൊക്കെയോ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്. ഓട്ടിസം ബാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയില്ല, ഹൈപ്പർ ആണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു പ്രത്യേക രീതിയിൽ. ഷെയറിംഗ് ഒക്കെ ചെയ്ത് അവരോട് ചോദിച്ചു, നിങ്ങൾ മദ്യപാനമൊക്കെ കഴിഞ്ഞിട്ടാണോ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത്? അതേ അച്ഛാ, കല്യാണം കഴിഞ്ഞ സമയത്ത് ആരാണ്ടൊക്കെ പറഞ്ഞായിരുന്നു, ഇച്ചിരി കള്ളു കുടിച്ചിട്ട് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ ഇച്ചിരി ഫോമായി തീരും. സ്നേഹമുള്ളവരെ, ആരൊക്കെയോ എവിടേക്കോ തലയിൽ കയറ്റിയിരിക്കുന്നതൊക്കെ എടുത്ത് കളഞ്ഞേക്കുക. തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കയറ്റുക, വിശുദ്ധരായി ജീവിക്കുക. നമുക്കും നമ്മുടെ മക്കൾക്കും നന്മ കിട്ടാൻ വേണ്ടി മാത്രമേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ ശരീരം നോക്കുക, മാമോദീസായിലൂടെ, മൂറോനിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ അഭിഷേകം ചെയ്തിരിക്കുന്ന ഈ കരങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ വില കള്ളു കുടിച്ച് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു നല്ല ശവസംസ്കാരത്തിന് പോകണം. എന്നിട്ട് അവിടെ പോയിട്ട് ഈ വൈദികർ, ഈ ജനം ഒരു മൃതദേഹത്തോട് കാണിക്കുന്ന ആദരവ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മരണശേഷവും ഈ ശരീരത്തിൽ ഇത്രയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള കാരണം ഇവനിൽ വാസിച്ചിരുന്ന ആത്മാവിൻ്റെ പ്രത്യേകതയാണ്. അത് വിശുദ്ധമാണെങ്കിലോ പരിമല തിരുമേനിയെ പോലെ ഇന്നും ജീവിക്കും. ശരീരം വിശുദ്ധമാണെങ്കിൽ ആ വിശുദ്ധിയിൽ ദൈവം വസിക്കും. ജീവിതത്തിൽ മദ്യപാനത്തിൻ്റെ മേഖലയിൽ വന്നുപോയ വീഴ്ചകൾ കുടുംബത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, തലമുറയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ജീവിത പങ്കാളി വന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അപ്പനോ നിങ്ങളുടെ അമ്മയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ അളിയന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ, സഹോദര, അവനെ ചുമക്കുന്നവൻ, അവൻ ഏറ്റെടുക്കുന്ന കുടുംബം വേദനയുടെ കുടുംബമാണ്. ഒരപ്പനും അമ്മയ്ക്ക് ഇഷ്ടമല്ല എൻ്റെ മകൻ, എൻ്റെ മകൾ മദ്യപാനിയാണെന്നറിയാൻ. ഒരു ജീവിത പങ്കാളിക്ക് ഇഷ്ടമല്ല എൻ്റെ ജീവിത പങ്കാളി മദ്യപാനിയാണെന്നറിയാൻ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ധ്യാനത്തിന് അനേകം മക്കൾ മദ്യപാനത്തിന് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ വിമോചനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഇപ്പോൾ മദ്യപാനത്തിൻ്റെ കെട്ടുകൾ ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം.